പെന്തക്കോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഞങ്ങളുടെ കർത്താവേ, വചനം വിഭാഗിച്ചു നൽകണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ഈ വചനം അറിയാൻ പാടില്ലാത്ത ഒരാളും പെന്തക്കോസിനകത്ത് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. കർത്താവ് തൻ്റെ സഭയ്ക്ക് നൽകിയത് ഭാവികാല പദപ്രയോഗങ്ങളിലൂടെ 3 വാഗ്ദത്തങ്ങളാണ്. ഇന്നലെകളിൽ ചെയ്ത വാഗ്ദത്തങ്ങളല്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഇതൊന്നുമല്ല ഈ പറയുന്നത്. അതൊക്കെ കോമൺ ആണ്. ആർക്ക് വേണമെങ്കിലും അതിനെ സ്വീകരിച്ചാൽ അതിൻ്റെ മറുപടി ഉണ്ടാവും. പക്ഷേ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയ്ക്ക് കർത്താവ് നൽകിയ നാളെകളിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ 3 എണ്ണമാണ്. അതിൽ ഒന്നാമത്തേതാണ് ഞാൻ എൻ്റെ സഭയെ പണിയും. രണ്ടാമത്തേത് ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും. മൂന്നാമത്തേത് ഞാൻ പോയതുപോലെ വരും. പാസ്റ്റർ പറഞ്ഞ പോലെ 3 സ്ഥലത്തും ഐ വിൽ എന്ന പദമാണ്. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, ഐ വിൽ സെൻഡ്, ഐ വിൽ കം എഗെയിൻ. അപ്പോൾ തീർച്ചയാക്കപ്പെട്ട, ഉറപ്പിക്കപ്പെട്ട, ആര് സംശയിച്ചാലും ആര് വിശ്വസിച്ചില്ലെങ്കിലും നടക്കും എന്ന് ഉറപ്പുള്ള കാര്യത്തിനാണ് ഐ വിൽ എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പം ഞാനല്ല ഒന്നാമത്തെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അത് നമ്മൾ ചിന്തിക്കുന്ന ആ മേഖലയിലേക്കുമല്ല പോകുന്നു. ഞാൻ എൻ്റെ സഭയെ പണി. സഭയുടെ ആത്മീക നിലവാരങ്ങളിൽ ശ്രദ്ധിക്കേണ്ട 3 ചിന്തകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. കാരണം 10-25 സഭയുണ്ടല്ലോ, നമുക്ക് തന്നെ ഒരുമിച്ച് കിട്ടുമ്പോൾ ആണല്ലോ പറയാൻ പറ്റുന്നത്. എന്തുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, 2.5 വർഷമായി കോവിഡ് വന്നിട്ട്. മാർച്ച് മാസം 16 ലോകത്തിലുള്ള ആരാധനാലയങ്ങൾ അടയ്ക്കപ്പെട്ടു. 2.5 വർഷം കഴിഞ്ഞ് പള്ളി തുറന്നപ്പോൾ സംഭവിച്ചൊരു മൂല്യച്യുതി. ഇന്ത്യയിൽ 2000 പാസ്റ്റർമാർ മരിച്ചു എന്നാണ് കണക്കുകൾ. വ്യക്തമായിട്ട് എനിക്കറിയില്ല, ഞാൻ കേട്ടതാണ്. വിശ്വാസിലെ എണ്ണം പറയാനുമില്ല. 32% വിശ്വാസികൾ ഇപ്പോൾ പള്ളി വരുന്നില്ല. ഇനി പള്ളിയിൽ വരാനായിട്ട് അവരെ പേടിപ്പിക്കാൻ പാസ്റ്റർമാർക്കും പറ്റില്ല. കാരണം പള്ളി ആരാനിക്ക് വന്നില്ലെങ്കിൽ നിൻ്റെ പേരുടെ അടിയിൽ ഇടി വെട്ടും എന്ന് പറഞ്ഞിരുന്നവരാണ് നമ്മൾ. പക്ഷേ ഇനിയിപ്പം പറ്റത്തില്ല, കാരണം നമ്മളും പോയിട്ടില്ല ആരാനിക്ക്. പിന്നെ ഇനി എവിടെ ഇടിവെട്ടാനാ? അപ്പോൾ ആളുകളിപ്പോൾ ചിന്തിക്കുന്നത് ആരാനിക്ക് പോയില്ലെങ്കിൽ പിന്നെ കുഴപ്പം. സഭായോഗം ആരാധന, ടി വിയിൽ ആരാധന കൂടുന്ന ഒത്തിരി ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഞാൻ ടി വി ആരാധനയ്ക്കൊന്നും എതിരൊന്നുമില്ല. പക്ഷേ സഭായോഗത്തിന് വരാതെ അതിൽ ആരാധനയ്ക്ക് ഇരിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഉള്ളത് പറയണമല്ലോ. അത് ആരാധനയ്ക്ക് പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ആ സമയം അവിടെ ആരാധന വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് നമുക്കൊക്കെ പറ്റുന്നവരാണ്. ഈ ഒരു പാസ്റ്റർ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരാധനയ്ക്ക് വരണം എന്ന് പറഞ്ഞു. എൻ്റെ പാസ്റ്റർ അവിടെ വന്ന് എന്തിട്ട് ആരാധനയാണ്? നമ്മുടെ പാസ്റ്റർ ഒരു ചെറിയൊരു പ്രസംഗം, മൂപ്പൻ്റെ ഒരു സാക്ഷി. ഇവിടെ എത്ര പാസ്റ്റർമാരാണ് പാസ്റ്റർ അതിനകത്ത്? എന്തോരും വർഷിപ്പ് ലീഡേഴ്സാണ്. ഇത് മതി പാസ്റ്റർ എന്ന് പറഞ്ഞു. അന്ന് വൈകിട്ടാണ് അച്ഛൻ്റെ അറ്റാക്ക് ഉണ്ടായത്. അപ്പം അമ്മ വിളിച്ചു, പാസ്റ്റർ ഓടി വരണമെന്ന് പറഞ്ഞു. എന്ത് ചോദിച്ചു? ആശുപത്രി കൊണ്ട്. അതിനകത്തെ പാസ്റ്റർമാരുണ്ടല്ലോ ഒത്തിരി, 3-4 ടീ അവരെ അങ്ങോട്ട് വിളിച്ചങ്ങോട്ട് കൊണ്ടുപോവുക. കാര്യങ്ങൾ മനസ്സിലായില്ലേ? എന്തു പറ്റി നമ്മുടെ ആളുകൾക്ക് എന്നാണ്. നന്നാകാൻ അവസരം തന്നിട്ടും നമ്മൾ നന്നാകുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചോന്നാണ്. ഞാൻ ഈ 33% ആളെ ഓർത്ത് സങ്കടപ്പെടുന്ന ആളൊന്നുമല്ല. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ പലപ്പോഴും പറഞ്ഞിരുന്നു ഇതിൽ പലതും ഡ്യൂപ്ലിക്കേറ്റാണ്. ആരും അംഗീകരിച്ചില്ല. പക്ഷേ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഏതാണെന്ന് ഇപ്പം തിരിച്ചറിയാൻ പറ്റും. അത്രയും ചിന്തിച്ചാൽ മതി. ദൈവസഭയെ കുറിക്കുന്ന 3 ചിന്തകൾ. സഭ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സഭ, എക്ലീസിയ, ക്വാഹൽ, മൂലഭാഷയിൽ നിന്ന് 100 കണക്കിന് പ്രാവശ്യമാണ്. 115 പ്രാവശ്യം, 200-ൽ പരം പ്രാവശ്യമൊക്കെ ഈ പദമുണ്ട് ബൈബിളിനകത്ത്. നമ്മളെല്ലാം പഠിച്ചു വെച്ചൊരു അർത്ഥമുണ്ട്. എന്താണ്? ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. അത് ഒരു നോർമലായിട്ട് എല്ലാവരും കൂടെ ചിന്തിക്കാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള മീനിങ് ആണത്. കാരണം അങ്ങനെ ചിന്തിച്ചാൽ ആകെ പെശകും.
ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ട വേറെ ധാരാളം സഭകളുണ്ട്. നിയമ സഭ, ലോക സഭ, രാജ്യ സഭ, പിന്നെ അങ്ങനെ ക്രിസ്തീയ രംഗത്തും ഇഷ്ടംപോലെ സഭകൾ. അപ്പോൾ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറയുമ്പം ആ സഭയും ഈ സഭയും നല്ല വ്യത്യാസമുണ്ടോ? ഈ ഒരാൾ പറഞ്ഞു ഒരു വ്യത്യാസമില്ല, കാരണം അവിടെയും അടി. അപ്പോൾ കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യണം. ദൈവം തൻ്റെ പദ്ധതികൾ സാക്ഷാത്കരിക്കേണ്ടതിന് ആ പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. ഈ ചിന്തയുണ്ടായാൽ പിന്നെ അടിമകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സഭയുടെ 3 ക്വാളിറ്റികൾ ഞാൻ പറയുന്നത്. നമ്പർ 1, ഒന്നാമത്തേത്, സഭ വെളിപ്പാട് ഉള്ളവരായിരിക്കണം. സഭ തൂണ് ആയിരിക്കണം. സഭ അടിസ്ഥാനം ഉള്ളതായിരിക്കണം. 3 ചിന്തകൾ ചിന്തേറിട്ടങ്ങ് മിനുക്കി നിർത്തും. ഒന്ന്, സഭാവിശ്വാസികൾ. സഭ എന്ന ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞ സ്പെല്ലിംഗ് CHURCH. ആദ്യ അവസാനം തോന്നാ CH, നടുക്കം തോന്നാ. നീ ആരാന്നാ? നമ്മളാരാന്നറിയണ്ടേ സഭയിൽ? അപ്പം നമ്മൾ ആരാണെന്ന് അറിയാനുള്ള കാര്യങ്ങളായി പറയുന്നു. നമ്മൾ ആരായിരിക്കണം സഭയിൽ? വെളിപ്പാട് ലഭിച്ചവരായിരിക്കണം, തൂണായിരിക്കണം, അടിസ്ഥാനം ഉള്ളവരായിരിക്കണം. ഈ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഫിലിപ്പിൻ്റെ കൈസരയിൽ എത്തിയപ്പോൾ ഈ വെളിപ്പാടുള്ളവരുടെ പ്രത്യേകതയും വെളിപ്പാടില്ലാത്തൊരു പ്രത്യേകതയും എല്ലാ സഭയ്ക്കകത്തുണ്ട് ഇപ്പം. അതാണ് പ്രശ്നം. വിതച്ചപ്പോഴേ 70% പോയല്ലോ, പിന്നെ കളയും വന്നല്ലോ, എല്ലാം ഉണ്ട്. അപ്പം യേശു അവിടെ എത്തിയപ്പം പറയുകയാണ്, ഈ ജനങ്ങൾ എന്നെ ആരാണെന്നാണ് പറയുന്നത്. അതെന്താ? യേശുക്രിസ്തു തൻ്റെ സഭയെക്കുറിച്ചും തന്നെക്കുറിച്ചും ലോകത്തിലുള്ളവർ എന്ത് പറയുന്നു എന്ന് ചോദിക്കാനുള്ള കാരണം എന്നാ? ആത്മീയരായ നമ്മളെക്കുറിച്ച് നാട്ടുകാരോടാണോ അഭിപ്രായം ചോദിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതെ. കാരണം കൃത്യമായ വിവരം അവരുടെ കയ്യിലാണ്. ഞാനിങ്ങോട്ട് പോരുമ്പം വഴിതെറ്റി. അപ്പം ഞാൻ ഈ കവലയുടെ തൊട്ടപ്പുറത്ത് ഒരു വളവിൽ വെച്ച് ഒരു പെന്തക്കോസ്തുകാരി ആൻറ്റിയോട് ചോദിച്ചു, ഇവിടെയുള്ള IPC ചർച്ചിൻ്റെ കൺവെൻഷൻ എവിടെ? പറഞ്ഞു IPC. അവർ ആരാനിക്ക് പോകും IPC. ഞാൻ പറഞ്ഞു കലയപുരം സെൻറ്റർ. അത് കൃത്യമായിട്ട് അറിഞ്ഞോട്ട് വിട്ടു. തപ്പെന്ന് കണ്ടപ്പോഴേ ഞാൻ ഗ്ലാസ് താഴ്ത്തി ഓക്കെ പറഞ്ഞു, ഗ്ലാസ് കിട്ടും. ഈ കവല വന്നപ്പോൾ ഒരാൾ കുറ്റിപീടി മരിച്ച് അവിടെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, അച്ഛാ ഇവിടുത്തെ ഒരു കൺവെൻഷൻ പുള്ളിയോട് ചോദിക്കുക IPC ആണോ ചർച്ചോടാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു IPC അല്ല, രണ്ടിൻ്റെയും പോസ്റ്റ് അവിടെ ഉണ്ട്. IPC ആണിത്, ഇങ്ങോട്ട് പൊക്കോ, അത് ഇവിടെ റെക്കോർഡ് കേൾക്കുന്നുണ്ട്, ഇങ്ങോട്ട് പൊക്കോളാം. നമ്മുടെ കാര്യത്തിൽ നമ്മളെക്കാൾ ക്ലിയർ ആയിട്ട് അറിയാവുന്ന നാട്ടുകാർക്ക് അതറിയാമോ? ആ ബോധമുണ്ടോ നമുക്ക്? നമ്മളൊരു ബൈബിളും പിടിച്ചുകൊണ്ട് പോകുമ്പം എന്തോ നാട്ടുകാരെ പറഞ്ഞത്, ആരാ പോടെ? പ്രാർത്ഥനക്കാരൻ. അങ്ങനെ പ്രാർത്ഥനക്കാരൻ പോകുന്നു. അയാൾ ഇന്ന് വരെ സഭയെ പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ളത് പുള്ളിക്ക് അറിയില്ലല്ലോ. എന്നാലും നമ്മുടെ പേരെന്തോന്നാ? പ്രാർത്ഥനക്കാരൻ. അപ്പം നമ്മളെക്കാൾ ഞാനിപ്പോഴും ഓർക്കുക, ഞാൻ 25 വർഷം പാസ്സായിരുന്നു. ഞങ്ങളുടെ പണ്ടൊരു സഭയിൽ ഒരു അമ്മണി ചേച്ചി ഉണ്ടായിരുന്നു. ഭയങ്കര ആരാധനയാണ്. ഹിന്ദു മാർഗത്തിൽ വന്നുകൊണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഹൃദയം തുടങ്ങി ആരാധിക്കുകയല്ലയോ. ഇല്ലിത്തോട് സഭയിൽ ബെന്നി പാസ്റ്ററൊക്കെ സജി പാസ്റ്ററൊക്കെ അറിയാം. അപ്പം ഞാൻ ഒരു 3/4 കിലോമീറ്റർ ദൂരമുണ്ട് ചായക്കടയിലേക്ക്. അവിടെ ചെന്ന് ബസ് കയറാൻ നേരത്ത് ആ ചായക്കടക്കാരൻ കൃഷ്ണൻ ചേട്ടൻ എന്നോട് ചോദിക്കുക, പാസ്റ്ററേ എന്തോ ഇന്ന് അമ്മണി വന്നില്ലേ? വന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു അത് ശരിയാ, വന്നില്ല. അല്ല കൃഷ്ണൻ ചേട്ടൻ അങ്ങനെ അറിഞ്ഞു? അല്ല ആ ശബ്ദം ഇവിടെ കേട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. ഇവിടെ ചായ കുടിക്കാൻ വന്ന പല്ലും പറഞ്ഞു ഇന്ന് അവിടെ അമ്മണി ഇല്ല എന്നാ തോന്നണേന്ന്. അപ്പൊ അമ്മണി വന്നില്ല എന്നുള്ള കാര്യം സഭാപാസായ എൻ്റെ തലയിൽ രജിസ്റ്റർ ചെയ്തില്ല, പക്ഷെ നാട്ടുകാർ രജിസ്റ്റർ ചെയ്തു. ഈ കൺവെൻഷന് പോലെ ഇവിടെ ഇതുവരെ രക്ഷിക്കപ്പെടാത്ത വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിയില്ലേ? നാട്ടുകാർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ തെളിയിക്കാം. ഇപ്പൊ ഈ പഞ്ചായത്തിൽ എത്ര പേര് ബീഡി വലിക്കുന്നുണ്ടെന്ന് പഞ്ചായത്ത് മെമ്പറിന് അറിയാമോ? ഇവിടെ എത്ര കള്ളോടിയന്മാരുണ്ടെന്ന് ഇവിടുത്തെ MLA ക്ക് അറിയാമോ? അറിയാൻ മേല. ആർക്കും അറിയാൻ മേല. പക്ഷേ ഈ
പ്രദേശത്ത് എത്ര പെന്തിക്കോസുകാർ ബീഡി വലിക്കുന്നുണ്ടെന്ന് ഈ പഞ്ചായത്തുള്ള മുഴുവൻ ആളുകൾക്കറിയാം. ചോദിച്ചാൽ മതി, ആ ബീഡി വലിക്കുന്ന പെന്തിക്കോസാണ് വീഡിയോ ചോദിച്ചാൽ അപ്പ പറഞ്ഞു തരും. ഇവിടെ കള്ളു കുടിക്കുന്നവരെ കുറിച്ച് നമുക്ക് ബാറുകാർക്ക് പോലും അറിയത്തില്ല. പക്ഷെ പമ്മി പോയി അവിടെ ചില്ലറ വാങ്ങുന്നവരുണ്ടെങ്കിൽ അവന്റെ കണക്ക് അവർക്കറിയാം. അതാ യേശു ഈ നാട്ടുകാരനെ കുറിച്ച് എന്നാ പറയുന്നു പറഞ്ഞു കണ്ടോ, അഭിപ്രായമുണ്ട്, അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചേക്കാം. എൻ്റെ അർത്ഥം വല്ല മനസ്സിലായോ? ഈ യേശുവിനെ നോക്കിയാൽ ഇതൊക്കെയാണെന്ന് തോന്നിപ്പോവും. ഒന്ന്, യെശയ്യാവ് എന്താ കാര്യം? ആരുമില്ലെങ്കിലും ആര് പ്രസംഗിക്കും? യേശു പ്രസംഗിക്കും. ആകാശമേ, അതാ നമ്മുടെ ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ താരങ്ങളെ കുറിച്ചൊന്നുമല്ല ഈ പറയുന്നത്, എന്നെ പോലെ പകരം വരുന്ന ഉപദേശമാരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ചില നേരത്തെ യേശുവിൻ്റെ പ്രസംഗം കണ്ടാൽ തോന്നും ഇവൻ യെശയ്യാവാന്ന് തോന്നും. പ്രസംഗം കഴിഞ്ഞേച്ചിരുന്ന കരയുന്ന കരച്ചിൽ കണ്ടപ്പോൾ ഇവൻ ഇരമ്യാവാ. പെട്ടെന്നുള്ള ഗമനാഗമനങ്ങൾ, സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകാം, പെട്ടെന്ന് തിരിച്ച് ഇത് കണ്ടപ്പോൾ ഇവൻ ഏലിയാവാ. അതിൻ്റെ കർത്തവല്ലാന്ന് മനസ്സിലായോ? ഈ ബൈബിളിൽ പറയുന്ന ഈ കഥാപാത്രങ്ങളിലെല്ലാം ആരുടെ അംശമുണ്ട്? സ്വഭാവത്തിൻ്റെ, യേശുവിൻ്റെ അംശമുണ്ട്. അതുകൊണ്ടാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ ഇരിക്കുന്ന 500 ആളുകളിൽ ആരുണ്ട്? യേശുവിൻ്റെ സ്വഭാവമുണ്ട്. ഗാലീലിയെക്കുറിച്ച് പതുക്കെയായിപ്പോയി, സാരമില്ല, അടുത്തന്നെ ഉറക്ക ഗാലീലിയ പറയണം. അപ്പം ഈ ഇരിക്കുന്ന 500 പേരിൽ യേശുവിൻ്റെ സ്വഭാവം ഉണ്ട്, അടുത്തന്നെ ഉറക്ക ഗാലീലിയ പറയണം. പക്ഷേ ഈ ഇരിക്കുന്ന 500 എണ്ണത്തിൻ്റെ ഒറ്റ സ്വഭാവം യേശുവിലില്ല. ചിരിക്കാനല്ല പറഞ്ഞ, ഗാലീലിയ പറയാനാ പറഞ്ഞേ. എന്നാ എൻ്റെ കാര്യം അറിയാമോ? നമ്മുടെ കർത്താവ് മറ്റൊരുത്തൻ്റെ ഫോട്ടോസ്റ്റാറ്റല്ല, ഒരു സിറോക്സ് കോപ്പി അല്ല. ആദരിക്കാൻ കൊള്ളാകുന്ന, അനുധാവനം ചെയ്യുവാൻ കൊള്ളാകുന്ന, ആരാധിക്കുവാൻ കൊള്ളാകുന്ന, പകരം വയ്ക്കാൻ മറ്റൊരാളില്ലാത്ത ഒരേ ഒരു ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഞാൻ പ്രസംഗിക്കുന്നത് ചോദിക്കാറുണ്ട്, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ, ഒരു തമാശയായിട്ട് കണക്കാക്കി ചോദ്യം, കാര്യമായിട്ട് കിടക്കണ്ട, ഉച്ച കഴിഞ്ഞ്, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഭാര്യ മതിയോ ഇപ്പോഴുള്ള ഭർത്താവ് മതിയോ? ചുമ്മാ ചോദിച്ചാണ് കേട്ടോ. ചിറകൊക്കെ വിടർത്തി സ്വപ്നം കാണുമൊന്നും വേണ്ട, ചുമ്മാ. അപ്പോൾ പറയും, എൻ്റെ പൊന്നു ഭാഷ ഇപ്പം തന്നെ ഈ ഏടാകൂടങ്ങൾ നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അത് പരസ്യമായിട്ട് പറയില്ല. അങ്ങനെയാണ് എല്ലാവരും. മക്കളോട്, മക്കളെ ഈ മാതാപിതാക്കൾ തന്നെ മതിയോ അടുത്ത ജന്മത്തിൽ? എൻ്റെ ഭാഷ അറം പറ്റുന്ന വാക്കൊന്നും പറയാതെ, മൊബൈൽ അറിയില്ല, ഇൻ്റർനെറ്റ് അറിയില്ല, ഇമെയിൽ അറിയില്ല, കമ്പ്യൂട്ടർ അറിയില്ല, കയ്യിൽ വേച്ച് പോലെ കിട്ടുന്ന ഫേസ്ബുക്ക്, ഒന്നും ഗൂഗിൾ, ഒന്നും അറിയത്തില്ല. സത്യമാണ്, നമുക്കൊന്നും അറിയത്തില്ല. അമ്മയ്ക്ക് ഫോൺ വരുന്നു, അമ്മ പറയുന്നു ഹലോ 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 ഹലോ. ഇതാ റേഞ്ച് ഇല്ല എന്നാണ് തോന്നുന്നത്. കൊച്ചു നോക്കിച്ച് പറയാ തിരിച്ചാ പിടിച്ചിരിക്കുന്നത്. അത്രയും വിവരമുള്ളൂ നമുക്ക്, അത്രയും വിവരമുള്ളൂ നമുക്ക്. അപ്പം അവർ പറഞ്ഞു ഇനി ഞാൻ ഇതുങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി. പക്ഷെ ഒരു കാര്യം പറയാം, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ജീവിത പങ്കാളികളുടെ ചേഞ്ച് എനിക്കറിയില്ല. ഓണത്തിന് പ്രഷർ കുക്കർ എക്സ്ചേഞ്ച് മേളയ്ക്ക് പകരം ഇതുങ്ങളെ മാറുന്ന ഒരു മേള വന്നിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന നാട്ടുകാർ ഒത്തിരി പേര് കാണും. പക്ഷെ ഞാൻ നെഞ്ചിൽ കൈവച്ച അഭിമാനത്തോടൊരു കാര്യം പറയാം, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരെ മാറ്റുന്ന കാര്യം, മക്കളെ മാറ്റുന്ന കാര്യം, മാതാപിതാക്കന്മാരെ മാറ്റുന്ന കാര്യമൊക്കെ ആളുകൾ പുനർവിചിന്തനം ചെയ്യും. പക്ഷേ ഇനിയൊരു ജന്മമല്ല, 1000 ജന്മം കിട്ടിയാലും ഇപ്പോൾ ആരാധിക്കുന്ന യേശുവിനെ അല്ലാതെ മറ്റൊരു ദൈവത്തെ നിങ്ങൾക്ക് വേണോ എന്ന് ഞാൻ ചോദിച്ചാൽ കരങ്ങളൊന്ന് ചേർത്തടിച്ച ആവേശത്തോടെ നമ്മൾ വിളിച്ചു പറയും, ഒരു ജന്മമല്ല 1000 ജന്മം ലഭിച്ചാലും യേശുവല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവത്തെ വേണ്ട എന്ന അഭിമാനത്തോടെ പറയാൻ കഴിയുന്നവര് കടലിളകി വരുന്ന പോലെ ഒന്ന് കരമടിച്ച് ദൈവത്തെ തുതിക്കട്ടെ. എന്റെ യേശുവിന് പകരം വെക്കുമ്പോൾ ഒരു ദൈവമില്ല ലോകത്തിൽ. സഭ ഈ വെളിപ്പാട് കിട്ടണം. 1350 വീട്ടുകാരുള്ള വേങ്ങൂര് മാരക്കോമ പള്ളിയിൽ നിന്നാണ് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചു. ഒറ്റയ്ക്ക് ഒരു മോനേ ഉള്ളൂ ഞാൻ വീട്ടിൽ. എൻ്റെ അപ്പൻ സഭാഹാള് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അപ്പം വിചാരിച്ചു മൊസൈക്ക് ഇട്ട പള്ളിയേക്കാൾ നല്ലതായിരിക്കും എൻ്റെ പള്ളിയെന്ന്. എൻ്റെ പള്ളി കണ്ടപ്പം 2.25 സെൻറ്റിനകത്തൊരു പള്ളി. നമ്മുടെ ബന്ധുക്കൂസ് പള്ളിയൊക്കെ പണ്ട് അങ്ങനല്ലയോ, ചാണകം മെഴുകിയ തറ. ഞാൻ ആരാനൊക്കെ ചെല്ലുമ്പോൾ ഒരു ശീമപ്പത്തലും കൂടെ ചെല്ലുന്നത്. കാരണം 4 നെറ്റി കെട്ടി പൊക്കിയിട്ടേ ഉള്ളൂ, ഭിത്തിയില്ല. അപ്പോൾ ഒരു 10-15 പട്ടി അതിനകത്ത് കിടപ്പുണ്ടാവും. നിങ്ങൾ ഓടിക്കില്ല എൻ്റെ പണി. പട്ടി കിടന്ന സ്ഥലത്ത് അതിൻ്റെ രോമകൂപങ്ങളൊക്കെ കാണും. ഞാൻ ആ അടിച്ചു കളഞ്ഞ പായ ഇടുന്നത്.
പായിടുമ്പം നല്ല മനോഹരമായിട്ടായിരിക്കുന്നത്. പക്ഷെ ആരാധന കഴിയുമ്പം പട്ടി കിടക്കുന്നിടത്തൊരു കുഴിയുണ്ട്. അപ്പം എത്ര പേരുണ്ടായിരുന്നു എന്നറിയാൻ കുഴി എണ്ണി നോക്കി വെച്ചാൽ മതി. ആ ആലയം കണ്ടെൻ്റെ അപ്പം പറഞ്ഞു, ഇടീ നിൻ്റെ കൊച്ചിന് ഭ്രാന്ത. ഞാൻ വിചാരിച്ചു മൊസൈക്കിട്ട പള്ളിയിൽ നിന്ന് ഇവൻ ഇതിനേക്കാൾ ബെറ്ററിലേക്കാ പോയെന്ന്. ഇവന് വട്ടാണ്. ശരിയല്ലേ? ശരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, 25 സഭ കൂടിയിട്ടാ ഇത്രയും പേര്. ഇവിടുത്തെ പട്ടത്വ സഭയിൽ ഒറ്റ സഭയിലുണ്ടല്ലോ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ. ഇതിനേക്കാൾ നല്ല സുന്ദരമായ ശവക്കോട്ടയുണ്ടല്ലോ. ഞാൻ പറയും പെന്തിക്കോസ്തിലെ ശവക്കോട്ട കണ്ട ജാകാനും തോന്നൂല എന്ന്. ഞാൻ കാര്യം ഇന്നലെ പോയി കാട് വെട്ടിയതായിരിക്കും. അത് കണ്ടത് ശരിയാണ്, ജാകാനും തോന്നുന്നില്ല. അവ കുടുംബത്തിൽ പിറന്നിട്ടും കുടുംബ കല്ലറയുണ്ടായിട്ടും അമ്പരയുമ്പയായി നിൽക്കുന്ന ആരാധനാലയങ്ങൾ ഉണ്ടായിട്ടും പട്ടും പകിത്രാസും പകിട്ടുമൊക്കെ ഉണ്ടായിട്ടും 2.5 സെന്റിനകത്ത് 4 തെറ്റ് കെട്ടിപ്പൊക്കി ഓല മേഞ്ഞ കൈകൊണ്ട് മെടഞ്ഞ തഴപ്പായിട്ട് ആരാധിക്കുന്ന ചെറിയ കൂടാരങ്ങളിലേക്ക് ഇതൊക്കെ വിട്ടേച്ച് വരാൻ കാരണം എന്നാണെന്നറിയാമോ? പാസ്റ്റർമാരെ കണ്ടതുകൊണ്ടല്ലോ, ഒരു വെളിപ്പാടകത്ത് കയറിയതാണ്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അവിടെ ഇല്ലെന്നും ഇവിടെ ഉണ്ടെന്നുമുള്ള വെളിപ്പാട് ലഭിച്ചവരെ ഓർത്ത് ഇന്ന് പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. വിട്ടുകൊടുക്കില്ല, നമ്മൾ മടങ്ങിപ്പോവില്ല. ഞങ്ങൾ ഉറപ്പുണ്ടോ നമുക്ക്? എന്തെല്ലാം വന്നാലും കർത്താവിൻ്റെ പിന്നാലെ, കോവിഡ് വന്നാലും എന്തൊക്കെ വന്നാലും. സ്തോത്രം. ഈ ജംഗ്ഷനിൽ ഒരു ആൽമരം നിൽക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. ഒരു കൊടുങ്കാറ്റ് വരുന്നു, ചില്ലിക്കമ്പുകൾ താഴെ വീഴുന്നു, ചില ചില്ലികൾ പൊട്ടി ഉരിഞ്ഞിങ്ങനെ ആടി പശു ഒലിപ്പിച്ച് നിൽക്കുന്നു. കാറ്റ് കടന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും ആൽമരം ട്രാഫിക് പോലീസുകാരനെ പോലെയായി, ആവാശതയോടെ. ഈ മരം ചോദിച്ചു, ഈ കാറ്റിന് ഈ ജംഗ്ഷനിൽ വരാതെ അടുത്ത സ്ഥലത്തൂടെ പോയാൽ പോരായിരുന്നു? തലയിടുപ്പോടെ നിൽക്കുന്ന എന്നെ ഇങ്ങനെ നാണം കെടുത്തണോ? ദൈവത്തിൻ്റെ മറുപടിയാണ് കോവിഡാനന്തര സഭയോട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ചിന്തകൾ, ഈ കൊടുങ്കാറ്റടിപ്പിച്ചത് നിന്റെ ഉണക്കക്കമ്പ് താഴെയിടാനല്ല, ചില്ലികൾ പൊട്ടി വിരിഞ്ഞിങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നിന്നെ നാണം കെടുത്താനുമല്ല. നീ കാലങ്ങളായി പറയുകയാണല്ലോ എന്തെല്ലാം വന്നാലും കർത്താവിൻ്റെ പിന്നാലെ പോകൂന്ന്. അതുകൊണ്ട് അങ്ങനെ പോകൂന്നറിയാനാ. ഒന്നുകൂടെ പറഞ്ഞാൽ, നിന്റെ ചില്ലിക്കമ്പൊടിച്ചിടാനല്ല കൊടുങ്കാറ്റടിപ്പിച്ചത്. ഈ കൊടുങ്കാറ്റിൻ്റെ നടുവിലും മറഞ്ഞു വീഴാതിരിക്കാൻ നിന്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് പരിശോധിക്കാനാണ് ഈ പ്രതിസന്ധികൾ, ഈ നഷ്ടങ്ങളും കഷ്ടങ്ങളും കോവിഡും ഒക്കെ നിന്റെ അകത്തുള്ള മാറ്റം ഉരച്ചു നോക്കാനായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ബലത്തിനും വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിനായി ഇന്ന് പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നീ ജീവന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ബെറയോനെ ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല നിനക്കിത്. പിന്നെ ആരാ? സ്വർഗസ്ഥനായ. എന്താ വെളിപ്പാട്? യേശു മാത്രം സത്യദൈവം. അതാണ് വെളിപ്പാട്. ഒരു കോംപ്രമൈസും ഇല്ല നമുക്ക് ആ കാര്യത്തിൽ. ഇനി ആരെന്നാ പറഞ്ഞാലും ഒരു കോംപ്രമൈസും ഇല്ല ആ കാര്യത്തിൽ. എൻ്റെ അപ്പൻ്റെ പെങ്ങൾ അമ്മായിയാണ് ആദ്യം വിശ്വാസത്തിലേക്ക് വന്നത്. പെരുമ്പാവൂർ പാണൻകുഴി സഭയിൽ. ഇവിടെ ആരും ഇത് ഭാഷ അന്നമ്മ, പാറക്കൽ അന്നമ്മ കേട്ടോ. 50 വർഷം വിശ്വാസിയായി ജീവിച്ചു. വേദപുസ്തകം നെഞ്ചോട് പിടിച്ച് പോകുന്നൊരു പോക്കുണ്ട്. സൈക്കിളിന് ഓവർലോഡ് കയറിയിട്ടില്ല പാസ്റ്ററെ. കാറ് മേടിച്ച് അതിൻ്റെ കാറിൻ്റെ കയറിയിട്ടില്ല. അറിയത്തില്ല ഡോറ് പോലെ അടയ്ക്കാൻ. മലയാളം വായിക്കറിയത്തില്ല. പക്ഷേ 50 വർഷം വിശ്വാസിയായി ജീവിച്ചപ്പോഴും ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥന മുടക്കിയിട്ടില്ല, ഒരു കാത്രിയോഗം മുടക്കിയിട്ടില്ല. ഇഞ്ചി ചുരണ്ടി കിട്ടിയ കാശ് കൊണ്ട് കൃത്യമായി ദശാംശം കൊടുത്ത് ജീവിച്ചു. ഒരു സഭായോഗം മുടക്കിയിട്ടില്ല. ഞാൻ പറയും, പെന്തക്കോസിന് വളമിട്ടതും വെള്ളമൊഴിച്ചതും നമ്മളല്ല, നമ്മുടെ പിതാക്കന്മാരാ. നമ്മളിപ്പോൾ അതിൻ്റെ ഫലം പുജിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പാഠപുസ്തകം ഞാൻ കണ്ടു. അതിനകത്തും ഇതിന് വിത്ത് നടാൻ ഉപയോഗിച്ച അഭിഷിക്തന്മാരെ ഞാൻ ചെറുതായിട്ടൊന്ന് വായിച്ചു. അതുകൊണ്ട് സഭ ഒരു വെളിപ്പാടാണ്, ക്രിസ്തു ഒരു വെളിപ്പാടാണ്,
പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാടാണ്, അന്യഭാഷ ഒരു വെളിപ്പാടാണ്, സ്വർഗം ഒരു വെളിപ്പാടാണ്, നരകവും ഒരു വെളിപ്പാടാണ്, നിത്യത ഒരു വെളിപ്പാടാണ്, കൃപാവരങ്ങൾ ഒരു വെളിപ്പാടാണ്. ഈ വെളിപ്പാട് സഭയ്ക്കത്തുള്ള പ്രാപിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ നോക്കുകയില്ല. വെളിപ്പാടൊക്കെ നമ്മുടെ നിന്ന് പോയല്ലോ. രാവിലെ ഭവന സന്ദർശനം കഴിഞ്ഞ് വരുന്ന റാന്നിയിലെ ഉപദേശിയോട് മർദ്ദോമക്കാരൻ പറഞ്ഞു, കയറിയ ഉപദേശി. കയറി ചെന്നു. ഉപദേശി വന്നിട്ടുണ്ട്, തെണ്ടിത്തിരിഞ്ഞ് അടുക്കള ചെന്ന് തെണ്ടിത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്, കഞ്ഞിയും കൊടുക്കാൻ 50 രൂപയും കൊടുക്കാൻ പറഞ്ഞു. ഉപദേശി കേട്ടു. ഉപദേശി പറഞ്ഞു, വേണ്ട തോമാച്ചാ, പ്രാർത്ഥിച്ച് പോവാന്ന് പറഞ്ഞു. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പഴയ ഉപദേശിമാർ പറയുന്നു. പുള്ളി പറഞ്ഞു, ധൃതിയാ. എന്നെ ഉപദേശി ഇത് കേട്ടത് കൊണ്ടാണ്. ഉച്ച കഴിഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് കണ്ണടച്ചു 2 വാചകം പറഞ്ഞപ്പോഴേ കണ്ണ് തുറന്നു ഉപദേശി. അക്കച്ചാ, എന്ത് നിങ്ങൾക്ക് 2 ചാണകക്കുഴി ഉണ്ടോ? 2 ചാണകക്കുഴി ഉണ്ടോയെന്ന്. ഉണ്ട്. വടക്ക് വശത്തോരെണ്ണം ഉണ്ട്. അതിനകത്തൊരു ആനക്കൊമ്പ് കാണുന്നുണ്ടല്ലോ. അതാ വെളിപ്പാട്. പുള്ളി പറഞ്ഞു, ഉപദേശിക്ക് 500 കൊടുക്കാം. നിൻ്റെ 500 വേണ്ട, നിൻ്റെ കഞ്ഞിയും വേണ്ട, മര്യാദയ്ക്ക് ആനക്കൊമ്പ് കൊടുത്ത് മാനസാന്തരപ്പെട്ടുള്ള ഉപദേശിയുടെ വഴിക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ആ വെളിപ്പാടിൽ നിന്നാണ് സഭകൾ ആരംഭിച്ചത്. ആ വെളിപ്പാടിൽ നിന്നാണ് സഭായോഗങ്ങൾ ആത്മീക അഭിഷേകത്തിൻ്റെ അഗ്നികഷണമായിട്ട് മാറിയത്. ഇന്നത്തെ ആധുനികമായ യന്ത്ര സംവിധാനങ്ങളില്ലെങ്കിലും ഈ 2 കൈയും കൂടെ 10 വിരൽ അടിച്ച് പൊട്ടിച്ച് തന്നെയാ ദൈവത്തെ ആരാധിച്ചത്. അന്നും നാട്ടുകാർ കാണുക അന്യഭാഷ പറയാൻ ആരും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഒന്നുകൂടെ പറയട്ടെ, ആ വെളിപ്പാട് ഇല്ലാത്തത് കൊണ്ടാണ് മര്യാദകെട്ട് നടക്കുന്നത്. ദൈവസഭകൾ വെളിപ്പാടിലേക്ക് മടങ്ങി വരേണ്ട കാലമായി. യേശു വരാറായി. ദൈവസഭ വെളിപ്പാടുള്ളവരുടെ കൂട്ടമായി മാറണം. 2 തിമോത്തിയോസ് 3:14-15 വാക്യത്തിലാണ് തൂണും അടിസ്ഥാനവുമാണെന്ന്. അതുകൂടെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നിർത്താം. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്നാശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്നു നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ആ ചിന്തകൾ മാത്രം പെട്ടെന്ന് പറയാം. ഒന്നാമത്, സഭയ്ക്ക് എന്ത് വേണം? സഭയിലെ ആളുകൾ ആരായിരിക്കണം? വെളിപ്പാട് ഉള്ളവർ ആയിരിക്കണം. ആ വെളിപ്പാടാണ് പത്രോസിന് കിട്ടിയത്. അതുകൊണ്ട് പറഞ്ഞു, നീ ഭാഗ്യവാനാണ്. എന്താ ഭാഗ്യം? ജീവനുള്ള പുത്രനായ ക്രിസ്തുവാണ് ദൈവമെന്ന് തിരിച്ചറിയുന്നതാണ് ഭാഗ്യം. അതിനൊക്കെ വലിയ ഭാഗ്യമൊന്നും ഇല്ലെന്ന്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിനി അവിടെ പറയുന്നില്ല. കർത്താവ് പറഞ്ഞു, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ 2ാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. ദൈവസഭ എന്താണ്? പൗലോസ് പറയുകയാണ്, ഞാൻ വേഗത്തിൽ നിൻ്റെ അടുക്കൽ വരുവാൻ ആശിക്കുന്നു. താമസിച്ചു പോയാലോ? താമസിച്ചല്ലോ. സത്യത്തിൻ്റെ തൂണ്. 3ാമത്തേത് അടിസ്ഥാനം. കുഞ്ഞുങ്ങളെ ഒക്കെ ശ്രദ്ധിച്ചേ. കുഞ്ഞുങ്ങളൊക്കെ സഭയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. കണക്കുകൾ അതാ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. സഭ എന്താണ്? സത്യത്തിൻ്റെ തൂണാണ്. എന്താണ് ഈ തൂണെന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഈ കൺവെൻഷൻ ശൈലിക്ക് നോക്കിക്കേ. ഇവിടെ മേൽക്കൂരയുണ്ട്, പിന്നെ സെറ്റപ്പായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വർക്കുകൾ വീഡിയോ പിടിക്കുന്നുണ്ട്. അതിൻ്റെ കുടയും ഒക്കെ ഉണ്ട്, കാർപ്പറ്റുണ്ട്, ഇതുണ്ട്, കസേരയുണ്ട്, തൂണുകൾ കമ്പികൾ ഇട്ടിട്ടുണ്ട്. ഇതിലേറ്റവും കാണാൻ ഭംഗിയുള്ളത് എന്താണ്? ഒരു ചോദ്യം. ഒരു സഭാഹാളിലേക്ക് വരും, അതിനകത്ത് കയറിയിട്ടില്ല, നല്ല സഭാഹാളായിരിക്കാം. ഏറ്റവും കാണാൻ ഭംഗിയുള്ളത് എനിക്ക് തോന്നുന്നത് ഈ കാർപ്പറ്റും ഈ മേളിൽ കാണുന്ന സംവിധാനങ്ങളും ഈ അലങ്കാര വസ്തുക്കളൊക്കെയാണ് കാണാൻ ഭംഗിയുള്ളത്. അതിൻ്റെ മോടി കൂട്ടുന്നതാണ് ഈ കസേരയും. കസേരയ്ക്കൊക്കെ നിങ്ങളൊരു പിന്നെ വീഡിയോയൊക്കെ മുകളിൽ ഇടാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയൊക്കെ കൂടും. ഇനി ഈ ഓഡിറ്റോറിയത്തിൽ ഇപ്പം ഈ പന്തലിൽ ഈ സഭാഹാളിൽ ഏറ്റവും ഭംഗിയില്ലാത്ത സാധനം എന്നറിയാമോ? തൂണാണ്. നോക്കിക്കേ, വല്ല ഭംഗിയുണ്ട്. ആ തൂണ് ഇവിടുന്ന് മാറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. എന്ത് സൗകര്യമായിട്ട് നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റൂലേ? തൃക്കണ്ടമംഗലം IPC ഞാൻ ചെന്നപ്പോൾ അവിടെ ഭീമാകാരന്മാരുടെ തൂണിക്ക് നടക്ക്. അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞു, പണ്ട് കാലത്ത് പണിത് വെച്ചാൽ പാസ്റ്റേ വലിയ സഭയല്ലേ IPC.
അപ്പോൾ സഭാഹാളിനകത്ത് തൂണെന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആസ്വദം. പിന്നെ ചിലർക്ക് സൗകര്യം എൻ്റെ മറിയിരുന്നുകൊണ്ടാണ് സഭ എന്നെ ഉറങ്ങുന്ന ആരും കാണുകയില്ലല്ലോ. ഇതാ അപ്പോൾ ഈ തൂണൊരു ഭംഗിയില്ല. ഇപ്പം സഭാകളിലേക്ക് നോക്കിക്കോ, തൂണല്ല ഭംഗി, തൂണ് മറഞ്ഞിരിക്കുക, ഭിത്തിയുടെ അകത്താ. ഒരല്പം ഇങ്ങനെ ബെൻഡിങ്ങനെ പുള്ളോട്ട് അത് തേച്ച് പിടിപ്പിച്ച് തൂണ് കാണാനൊക്കെ വലിയ ഭംഗിയൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, സഭയിൽ നിങ്ങൾ ആരാണ്? സത്യത്തിൻ്റെ തൂണ്. അങ്ങനെ ഒരു തൂണുണ്ടോ? സിമെൻറ്റും കമ്പിയും ഒക്കെ കൂട്ടിക്കുഴിച്ചൊരു തൂണെന്നല്ലാണ്ട് സത്യത്തിൻ്റെ തൂണ് അങ്ങനെ ഉണ്ട്? തൂണിൻ്റെ പണി താങ്ങി നിർത്തുക എന്നുള്ളതാണ്. ഈ പന്തൽ താങ്ങി നിർത്തുക എന്നുള്ളതാണ് തൂണിൻ്റെ പണി. അപ്പോൾ ഈ ബിൽഡിങ്, 2 നില ബിൽഡിങ് താങ്ങി നിർത്തുന്ന പണിയാണ് ആർക്കുള്ളത്? ഈ തൂണിൻ്റെ പണി. ഞാൻ ഇവിടെ, നിങ്ങൾ സഭയിൽ ആരാ? കാർപ്പറ്റാണോ? കാണാൻ ഭംഗിയുള്ള കാർപ്പറ്റാണോ? ഫാനാണോ? ചിലർക്ക് ഫാൻ പോലെ, കാരണം ചിലരുടെ ഫാൻ്റെ റെഗുലേറ്ററും പോയി കിടക്കുക, ഒറ്റ സ്പീഡേ ഉള്ളൂ. ചിലത് പിന്നെ സമയബന്ധിതമായിട്ടൊക്കെ നമുക്ക് അങ്ങോട്ടൊക്കെ ശരിയാക്കി എടുക്കാം. കസേരയാണോ? ആരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഭാരം ചുമക്കുന്നവരാണോ അതോ ഭാരപ്പെടുത്തുന്നവരാണോ? പണ്ട് ഒരു പള്ളി പണിത കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പള്ളി പണിത കഥ, മാറികയിൽ തടി ചുമക്കുന്ന കഥയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മാറികയിൽ തടി ചുമക്കൽ, അതാണ് കഥയുടെ പേര്. മൂവാച്ചയുടെ മാറികയാണെന്ന് അറിയത്തില്ല, പണ്ടത്തെ കഥയാണ്. അപ്പം അന്ന് അച്ഛൻ പറഞ്ഞു, അന്നൊക്കെ ഈ കള്ളത്തടി വെട്ടിക്കൊണ്ടുവന്നാണ് ഈ പള്ളിയൊക്കെ പണിത്. പണ്ടൊക്കെ അങ്ങനെയാണ്, ആളുകൾ പുറമ്പോക്കിൽ നിൽക്കുന്നതൊക്കെ വെട്ടിക്കൊണ്ടുവരും. ഇപ്പം രാത്രിയിൽ കഴുക്കോല് വെട്ടിക്കൊണ്ടുവരാൻ വേണ്ടി 10 പേരെ ഏൽപ്പിച്ചു. അപ്പോൾ ഒരു മലയുടെ മണ്ടയ്ക്കാണ് തേക്കൊക്കെ നിൽക്കുന്നത്. ഇറങ്ങി വരണം, 2 കണ്ടം, പിന്നെ ഒരു മലയുടെ മണ്ടയ്ക്ക് അതിൻ്റെ മേളിലാണ് പള്ളി. 10 എണ്ണത്തെ ഏൽപ്പിച്ചു. 10 ഈ കൊട്ടുപൊടിയും ചാരായൊക്കെ കുടിച്ച് രാത്രി ഒക്കെ ഉള്ള ഈ ഒക്കെ ചുമട്. ഒരുത്തം ഭയങ്കര ബുദ്ധിമാനായിരുന്നു. അവൻ ഇതൊക്കെ ഉണ്ടാക്കി 9 എണ്ണത്തിനെയും കുടിപ്പിച്ചു. അവൻ മാത്രം കുടിച്ചിട്ടില്ല, അതിന് തടി ചുമക്കാതിരിക്കാനാണ്. അപ്പം ഈ ഇറങ്ങുമ്പോൾ എവിടെ ആയിരിക്കും ഭാരം കൂടുതൽ? മുൻപിൽ. അവൻ മുമ്പിൽ നിന്നില്ല. അത് കഴിഞ്ഞാൽ കണ്ടത്തിലൂടെ പോയി കഴിഞ്ഞ് പിന്നെ കയറ്റം കയറുമ്പോൾ ഭാരം എവിടെ ആയിരിക്കും? പിറകിൽ. അവന് പിറകിലും നിന്നില്ല. അപ്പോൾ എവിടെ ആയിരിക്കും? നടുക്ക്. അപ്പോൾ ഇറങ്ങിയപ്പോൾ അവന് കുഴപ്പമില്ല, കയറ്റം കയറിയപ്പോഴും ഒരു കുഴപ്പമില്ല. അങ്ങനെ തടിയില്ല, അവിടെ കൊണ്ടുവന്നിട്ടു. അവിടെ തന്നെ കിടന്നുറങ്ങി. നേരം നമ്മളത്തെ അച്ഛൻ വന്നപ്പോൾ 9 പേർക്ക് കൂലി കൊടുത്തു, ഇവന് പകുതി പൈസ കൊടുത്തുള്ളൂ. അച്ഛൻ കണ്ടുപിടിച്ചു. കാരണം ഉപദേശമാരെ അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ ഈ മനുഷ്യ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആളുകളായതുകൊണ്ട് മനുഷ്യരുടെ എല്ലാ കേസുകളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പണ്ട് സഭാ സെക്രട്ടറിയെ കുറിച്ച് ആരോ പറഞ്ഞ പോലെ, ഈ പൈസയൊക്കെ പിരിക്കുന്നതിനെ കുറിച്ച്, ഒരു സർക്കസുകാരൻ ഒരു നാരങ്ങയിൽ നിന്ന് ഏതാണ്ടൊക്കെ പിഴിഞ്ഞെടുത്ത് പറഞ്ഞു, ഇനി ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റിയായിരുന്നു പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു സാരം പറഞ്ഞു, ഞാൻ പിഴിഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. ഉടനെ പുള്ളി ചോദിച്ചു, സഭയുടെ സെക്രട്ടറി ആണോ എന്ന്. അതാ, കാരണം ഈ പിഴിഞ്ഞെടുക്കണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ? ട്രസ്റ്റിമാർക്ക്. അപ്പോൾ സഭയുടെ ട്രസ്റ്റിമാർക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ച പോലെ അച്ഛൻ കൊടുത്തില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, അച്ഛൻ അങ്ങനെ മനസ്സിലാവും, ഇതാ നിൻ്റെ കാലിൽ ചെളിയില്ല. ഞാനത് കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇവൻ ഈ നടക്ക് നിൽക്കുക. ഇറങ്ങിയപ്പോഴും ചുമലയിൽ തടി കൊണ്ടില്ല, കയറിയപ്പോഴും കൊണ്ടില്ല. 2 കണ്ടം, 2 പാടം, അത് ഉഴുതു മറിച്ചിട്ടിരിക്കുക. ഇവൻ നോക്കിയപ്പോൾ അതിനകത്തോട്ട് ഇറങ്ങിയ കാല് ചെളിയാവും. ഈ വിരുദ്ധൻ ചെയ്ത കാര്യം എന്നറിയാമോ? തടി ചുമന്നില്ല എന്ന് മാത്രമല്ല, അതിനെ തന്നെ കെട്ടി നോക്കി കിടന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അവരൊക്കെ സഭ വന്ന നമ്മൾ അവരെ ചുമന്നോളണം. സഭ നിങ്ങളെ ചുമക്കുകയാണോ? നിങ്ങൾ സഭയെ ചുമക്കുകയാണോ? നമുക്ക് വേണ്ടി കാൽവറിയിലേക്ക് ക്രൂശ് ചുമന്ന കർത്താവിന് വേണ്ടി സഭയിൽ വരുമ്പോൾ എന്തും വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. 5 or 6 പേര് 10,000 രൂപ വെച്ച് എന്നാൽ 5 ലക്ഷം രൂപ ബഡ്ജറ്റ് നടക്കുമോ? നടക്കില്ല. നടക്കണമെങ്കിൽ പുറത്തെങ്ങും പോകേണ്ട കാര്യമില്ല, എങ്ങും പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മളങ്ങോട്ട് മനസ്സ് വെക്കുക എന്നുള്ളതാണ്. ഞാൻ ചാലക്കുടി അസംബ്ലി ഹോൾ സഭയിലാണ് ആരാധനയ്ക്ക് കൂടുന്നത്. അവിടെയാണ് വർഷങ്ങളായിട്ട്. ഞങ്ങൾക്ക് അവിടെ ആലയവും പ്രാർത്ഥനാലയവും ഒന്നുമില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരച്ചായൻ പറഞ്ഞു, ആ KSRTCയുടെ അടുത്തുള്ള സ്ഥലം ഞാൻ മേടിച്ചു തരാം. 75 ലക്ഷം രൂപ മുടക്കിയ സ്ഥലം മേടിച്ചു തന്നേക്കണേ ഒരാൾ. അതുകൊണ്ട് ഈ കൺവെൻഷൻ തീരുമ്പോൾ കടമില്ലാതിരിക്കാൻ ഈ സ്വോത്രക്കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ, സ്വോത്രക്കാഴ്ചയൊക്കെ എന്ന് പറഞ്ഞാൽ 5 10 ഇട്ടങ്ങനെ ഒക്കെ അവസാനിപ്പിക്കും. എനിക്ക് അതിനോടൊക്കെ വ്യക്തിപരമായിട്ട് ചില പ്രയാസങ്ങളൊക്കെ ഉള്ള ആളാണ്. കാരണം ഈ സ്വോത്രക്കാഴ്ച കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല.
10 രൂപ ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഒന്നാമത് 2.5 കൊല്ലമായ സ്വതന്ത്രക്കാഴ്ച ഇട്ടിട്ട് ഇപ്പോഴും വരുന്ന 10. അപ്പോൾ ഈ 2.5 കൊല്ലത്തെ 10 അവിടെ വെച്ചു. 10ൻ്റെ കാര്യം ഞാൻ ഈ 10 നമുക്ക് ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ ഇന്നാൾ അങ്കമാലിൽ നിന്ന് കോട്ടയത്തേക്ക് ബസ് അന്ന് 81 രൂപയുള്ളൂ. അപ്പോൾ ഈ കണ്ടക്ടർ എന്നോട് ഞാൻ പറഞ്ഞു 100 കൊടുത്തു. സാറ് ചില്ലറയുണ്ടോ? ഞാൻ പേഴ്സ് തുറന്നപ്പം 10 എല്ലാം കൂടെ നിരന്നിരിക്കുന്നു. പുള്ളി പറഞ്ഞു കുറേ 10 ഉണ്ടല്ലോ. ഉണ്ട്, എനിക്ക് തരാമോ? ഞാൻ അങ്ങനെ തന്നെ എടുത്ത് അങ്ങോട്ട് കൊടുത്ത്. പുള്ളി പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു 36 എണ്ണമുണ്ട്. സന്തോഷം, ബാക്കി തിരിച്ചു വരുമ്പോൾ തരാം, നോട്ടായിട്ട് തരാം. ശരി. പുള്ളി എല്ലാവർക്കും ഒക്കെ കൊടുത്ത് തിരിച്ചു വന്ന് പുള്ളിയുടെ സീറ്റല്ല ഞാനിരിക്കുന്നത്. പുള്ളി എന്നോട് ചോദിക്കുക പാസ്സാണല്ലേ എന്ന്. ഞാൻ ഇവിടെ സഹായിക്കാൻ പോയവന് ഞാനിങ്ങനെ പ്ലാസ്റ്റിക് ഉരുകുന്ന പോലെ ഉരുകി. ഞാൻ ടീഷർട്ടായിട്ടിരിക്കുന്നത്. എന്നിട്ട് പുള്ളി കണ്ടുപിടിച്ചു. അതാ ഞാൻ പറഞ്ഞു എങ്ങനെ മനസ്സിലായി? അല്ലേ? ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ അല്ലാന്ന് പറയുന്നില്ലല്ലോ. അല്ലേ? പുള്ളിക്കറിയാം നമ്മളെ കള്ളം പറയുകയല്ലെന്ന്. ഞാൻ പറഞ്ഞല്ലേ എങ്ങനെ മനസ്സിലായി എന്ന് പറ. 10 തന്നുകൊണ്ടാണോ? അല്ല പാസ്റ്ററെ, പാസ്സാണോ ആദ്യം എന്നാ പറ. ഞാൻ പറഞ്ഞു പാസ്റ്ററാ. എന്നാ അത് പറ. ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനെ മനസ്സിലായി? 10 തന്നുകൊണ്ടല്ല പാസ്റ്ററെ. പിന്നെ അത് പാസ്റ്റന്മാർ തിരിച്ചറിയാം. എങ്ങനെ തിരിച്ചറിയാം? അവർ തരുന്ന 10 മുഷിഞ്ഞ 10. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന പോലെയുള്ള സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച മൊത്തം ഒട്ടിച്ച 10. വളയാൽ വളയാത്തത്, ഒടിച്ചാൽ ഒടിയാത്ത, തീയിലിട്ട ദഹിക്കാത്ത, മണ്ണെടുത്തേക്ക്, അങ്ങനത്തെ ഒരു 10. ഈ 10 2 പേരുടെ കയ്യിലേ ഉള്ളൂ പാസ്റ്റർ. അപ്പോഴും എനിക്ക് സമാധാനം, ഒരു കൂട്ടമുണ്ടല്ലോ. ഞാൻ മറ്റേ കാറ്റഗറി ഏതാ? അത് 1 പാസ്റ്റർമാർ, 2 പിച്ചക്കാരുന്നത്. എൻ്റെ അമ്പൂര്. നമ്മൾ പിച്ച കൊടുക്കുന്ന പുതിയ നോട്ടല്ലല്ലോ. സ്വത്രം ചുമ്മാ ചോദിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ നോട്ട് ഏതാ? ഇന്ത്യയിലെ 2000. ഇവിടെ 17.25 ലക്ഷം കോടി രൂപയല്ലേ ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പുതിയ നോട്ടിട്ടത്. ഏറ്റവും വലിയ നോട്ട് 2000. കയ്യിൽ വന്നിട്ടുണ്ടോ? എനിക്ക് ആദ്യം തന്നെ ഷമീർ കൊല്ലം പാസ്റ്റ. ഞാൻ ചെന്ന പ്രശ്നം പറഞ്ഞു, പാസ്റ്റേ പുതിയ 2000 കണ്ടോ? ഇല്ല, ഇത് വെച്ചോ, ചുമ്മാ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു ഇരുന്നോട്ടെ, പുതിയ 2000-ൻ്റെ അല്ലോ. ആദ്യമായിട്ട് ഇട്ടത് എനിക്ക് പുള്ളി തന്നതാണ്. പുള്ളി വെച്ച് പ്രസംഗം ചെയ്യുന്നപ്പം. അപ്പോൾ ഏറ്റവും വലുത് 2000 എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടോ? അതിനോ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? പിന്നെ എവിടെയൊക്കെ? ഇറച്ചി കടയിൽ കൊടുത്തിട്ടുണ്ടോ? അവിടെ അതേ കൊടുത്താലേ കിട്ടത്തുള്ളല്ലോ. മീൻ കടയിൽ അത് കൊടുത്താലേ, ഇറച്ചിയേക്കാൾ വില മീനാ. എവിടെയൊക്കെ 2000 കൊടുത്തിട്ടുണ്ട്? എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. തുണിക്കടയിലും പച്ചക്കറി കടയിലും ഇറച്ചി കടയിലും. ഈ സാധനം ഇന്ന് വരെ ഇടാത്തൊരു പാത്രം പറയാമോ? സത്യം പറ. കർത്തമേശയിൽ തിന്നേച്ചിരിക്കുക. ഞാൻ പറയുന്നില്ല. ഈ സ്വതന്ത്രക്കാഴ്ച പാത്രത്തിൽ 2000 ഒരു പ്രാവശ്യമില്ല ഇട്ടവരെ കൈവക്കാൻ പറഞ്ഞാൽ എത്ര പേരുണ്ടാവും? എഴുന്നേറ്റ് നിൽക്കുമ്പം സാക്ഷ്യം പറഞ്ഞു, കർത്താവ് എനിക്ക് വലിയ ചെയ്തു. എന്തോന്ന് വലുത്? ഇത് ഞാനതിൻ്റെ ചെറുതേ കൊടുക്കുള്ളൂ. അവൻ്റെ പേരാണ് കിണ്ടിക്കോസ്. പെന്തിക്കോസിൽ 4 വിഭാഗമാണ്. പെന്തിക്കോസ്, ഉന്തിക്കോസ്, കിണ്ടിക്കോസ്, അന്തിക്കോസ്. കിണ്ടിക്കോസ് പറഞ്ഞാൽ മനസ്സിലായോ? കിണ്ടിക്കോസ് പറഞ്ഞാൽ വലിയ പാത്രം. ഇതിങ്ങനെ വെള്ളം ഒഴിക്കുന്ന ഭാഗം വലുതാണ്. അങ്ങനെ അങ്ങോട്ട് ഒഴിക്കുന്ന ഭാഗം വലുതാണ്, കൊടുക്കുന്ന ഭാഗം. അവൻ്റെ പേരാണ് എന്തോന്ന്? അവന് പോകേണ്ടത് UK, പോകേണ്ടത് അമേരിക്കയിൽ, പോകേണ്ടത് ഓസ്ട്രേലിയയിൽ, വേണ്ട വണ്ടി ഇന്നോവ, മക്കളാകേണ്ടത് എഞ്ചിനീയർ. ഇവൻ എപ്പോഴും ഇടുന്ന എത്രയാ? മാറ്റം വരണം നമുക്ക്. നിങ്ങളെ സഭ ചുമക്കുകയാണോ അതോ നിങ്ങൾ സഭയിൽ തൂണാണോ? ബൈബിളിലേക്ക് വരാം. 7000 പേർ കർത്താവിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു, തൂണുകളല്ല. 5000 അപ്പം തിന്നവർ തൂണുകളല്ല. 3000 സ്നാനപ്പെട്ടവർ തൂണുകളല്ല മുഴുവൻ. 70 പേർ ഭൂതത്തെ പുറത്താക്കിയവർ 70 തൂണല്ല. 120 പേര് മാളിക മുറിയിൽ തൂണുകളല്ല. 12 പേര് കർത്താവിന്റെ പിറകെ ഉണ്ണാനും ഉറങ്ങാനും കൂടെ തൂണുകളല്ല. 3 പേരേ ഉള്ളൂ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ ഇരിക്കുന്ന 500 പേരുടെയും നെഞ്ചത്തെ കൈവച്ചിട്ട് പറയണം, കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ, കോവിഡ് കാലഘട്ടത്തിന് മുൻപ് വരെ ഞാൻ ആരായിരുന്നാലും ഇനിയുള്ള കാലങ്ങളിൽ പത്രോസിനെ പോലെ, യാക്കോബിനെ പോലെ, യോഹന്നാനെ പോലെ വിട്ടുപിരിയാൻ കഴിയാത്തവരായി, ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാൻ കരുത്തുള്ളവരായി ഒരു തൂണാക്കി എന്നെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 55 മൈൽ സ്പീഡിൽ കൂടുതൽ കാറ്റ് വന്നാൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. കടലിൽ പോകുന്നവർ ശ്രദ്ധിക്കണം, ഫൈബർ വള്ളങ്ങൾ മറിയും.
അപ്പം 110 മൈൽ സ്പീഡിൽ കാറ്റ് വന്നാലോ റബ്ബറക്കം അറിയും. സുനാമി വരുന്ന മണിക്കൂറിൽ 250-350 കിലോമീറ്റർ സ്പീഡിലാണ്, 30 മീറ്റർ ഉയരത്തിൽ സൂപ്പർ സോണിക് വിമാനത്തിൻ്റെ വേഗതയിലാണ് 8000 മൈലാണ് സഞ്ചരിക്കുന്നത്. ആ ഒരു കാറ്റ് കലയപുരത്തൂടെ കടന്നു പോയാൽ ഇവിടെ ഒന്നും കാണുകയില്ല, ഈ ബിൽഡിങ് പോലും പറന്നു പോകും. പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു ബിൽഡിംഗ് തകർന്നാലും ഒടുവിൽ വരെ പിടിച്ചു നിൽക്കുന്ന ആരായിരിക്കും അറിയാമോ? തൂണ. 50 കൊല്ലം താമസമില്ലാത്ത കൊടുങ്കാട്ടിൽ ദ്രവിച്ചു തുടങ്ങിയ വാർക്ക കെട്ടിടങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? അവിടെയും ആര് നിൽപ്പുണ്ടാവും? തൂണ് നിൽപ്പുണ്ടാവും. എന്താ കാര്യം? അവനാദ്യം വന്നത്. പ്രൈസ് ദി ലോർഡ്. ശരിയായ നിലയിൽ കർത്താവിനെ കണ്ടുമുട്ടി വന്നവർക്കൊന്നും ഒരു കൊടുങ്കാറ്റിലും ഇട്ടേച്ചു പോകാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ഈ നാളുകളിൽ കർത്താവിന്റെ കാഹളനാദം കേൾക്കാറായ കാലങ്ങളിൽ എൻ്റെ ദൈവമേ, നീ എന്നെ ഒരു തൂണാക്കി നിർത്തണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ ഒരു പ്രാവശ്യവും കൂടെ കരങ്ങൾ ചേർത്തടിച്ച് ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കണോ? ദൈവസഭ വെളിപ്പാട് ലഭിച്ചവരുടെ കൂട്ടമാണ്. വെളിപ്പാടില്ലെങ്കിൽ തീർന്നു. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തുവാ? പണ്ട് നമുക്കൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, അല്ലേ? ഇവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു, യേശു പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ അഭിപ്രായമാണ്. നിങ്ങൾ എന്ത് പറഞ്ഞു വെച്ചാൽ അഭിപ്രായങ്ങൾ പറയുന്നവരുടെ കൂട്ടമല്ല സഭ. തൂണല്ലാതെ ചുമ്മാ വന്നിരിക്കുന്നവരുടെ കൂട്ടമല്ല സഭ. ഇവിടെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫാനിന്റെ കാറ്റിൽ പോലും മനോഹരമായ കാറ്റനാടുന്നുണ്ട്, അല്ലേ? മനോഹരമായി വന്ന് ഇരിക്കാനുള്ളൊരു ഇരിപ്പിടം മാത്രമല്ല സഭ. പക്ഷെ ഏത് കാറ്റിലും തൂണനങ്ങുകയില്ല. ദൈവസഭയ്ക്ക് വേണ്ടി മുൻപിൽ നിൽക്കുന്നവരായി, ചുമൽ കൊടുക്കുന്നവരായി, സത്യത്തിന്റെ തൂണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഈ നാട്ടിൽ ഒരു സത്യവുമില്ലെങ്കിലും സഭ സത്യത്തിന് വേണ്ടി വേണം നിൽക്കാൻ. ആ തൂൺ നിന്നതുകൊണ്ടാ 2.5 കൊല്ലം വലവും ഇടവും 1000ങ്ങളും 10,000ങ്ങളും വീണിട്ടും നമുക്ക് വേണ്ടി ഭാഷ പറഞ്ഞ പോലെ കരിങ്കുടി ഉയരാത്തത്. സ്തോത്രം. ആ തൂണ സോദോം ഗൊമോറ നശിപ്പിക്കണം. ലോത്തിനെ രക്ഷപ്പെടുത്താൻ കാരണം എന്താ? 19 ലോത്ത് രക്ഷപ്പെട്ടെങ്കിൽ 18 അവന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു തൂണിനെ അവിടെ കാണാം. അബ്രഹാമാണത്. അതുകൊണ്ട് എനിക്കെന്ത് കിട്ടും എന്ന ചിന്ത വിട്ടിട്ട് എനിക്കെന്ത് നൽകാൻ കഴിയും കർത്താവിന് വേണ്ടി, ആ ചിന്തയിലേക്ക് നമ്മൾ പുരോഗമിച്ചാൽ നമുക്ക് വെളിപ്പാടുള്ള സഭയിൽ നിൽക്കാം. എത്ര കൊല്ലം കഴിഞ്ഞാലും നമ്മൾ സാക്ഷ്യം പറഞ്ഞത് എങ്ങനെ? അവസാനം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അങ്ങോട്ടുള്ള റിക്വസ്റ്റാണ്. ഇങ്ങോട്ട് എപ്പോൾ പറയും? 25 കൊല്ലം കഴിഞ്ഞിട്ട്, 30 കൊല്ലം കഴിഞ്ഞിട്ട്, 40 കൊല്ലം കഴിഞ്ഞവരും സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കും, പറയും എല്ലാവരും എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. തിരിച്ചെന്ന് പറയും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചക്കാരൻ ദൈവം എന്നെ നടത്തി, നല്ലവനായിരുന്നു, ഓക്കെ അല്ലേ? ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. അത് പറയുന്ന 4 പേരെന്ന് കാണും. ജോയി ആലക്കാസിലേക്ക് ചെല്ലുമ്പം 2 പെമ്പിള്ളേർ നിൽക്കുന്നു. ചെല്ലുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട്, സാർ എന്താണ് വേണ്ടത്? വെൽക്കം, വാം വെൽക്കം. കൂട്ടിക്കൊണ്ട് പോവുക. നമ്മുടെ പോക്കറ്റ് കൂറ്റാനാ. സഭായോഗം കഴിയുമ്പം ഇന്നത്തെ മാസയോഗം കഴിഞ്ഞു, എല്ലാവരും ശാപ്പാട് കഴിക്കാൻ വേണ്ടി നിർദ്ദിക്കുകയാണ്. ഇനി ഇപ്പോൾ ഒരു ബഹളം പരിപാടി കൊച്ചേക്കാൾ നിൽക്കും. പണ്ടാരും പറഞ്ഞ പോലെ കേരളത്തിൽ പട്ടിണിയില്ല എന്ന് പറയുമ്പോൾ ഒരാൾ പറഞ്ഞു, ഉണ്ടല്ലോ. എവിടെ? കേരളത്തിൽ പട്ടിണിക്കാരേ ഉള്ളൂ. എവിടെ? അത് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഭക്ഷണശാലയിലേക്ക് ചെല്ലണം. അന്നേരമാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇടികൂടുന്നവരെ കാണണമെങ്കിൽ എവിടെ ചെല്ലണം? പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞാൽ ഭക്ഷണശാലയിൽ ഇടികൂടി നിൽക്കുക. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ടൈയും കോട്ടും ഇട്ട ആൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ദാരിദ്ര്യം പിടിച്ചവരല്ലേ. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇതവിടെ 2 പേര് 2 സൗര്യമാർ നിൽക്കുന്നു. അപ്പോൾ തോമസ് പാസ്റ്റർ ചോദിച്ചു, നിങ്ങൾ എന്നാ ഇവിടെ നിൽക്കുന്നത് ആലിക്കാസിലെ പെമ്പിള്ളേരെ പോലെ? അപ്പോൾ അവർ പറയുക, പാസ്റ്ററേ ഈ 10-25 സഭ കൂടിയതല്ലേ, അപ്പം ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്, പാസ്റ്റർമാരുണ്ട്, ആർക്കെങ്കിലും വലിയ സങ്കടങ്ങളോ വിഷമങ്ങളോ പ്രാർത്ഥന വിഷയങ്ങളോ ഉണ്ടെങ്കിൽ മേടിക്കാൻ നിൽക്കുകയാണ് പാസ്റ്ററേ.
എന്ന് പറയുന്ന രണ്ടെണ്ണത്തെ നമ്മുടെ വാതുക്കൽ നിന്ന് കാണും. ചിന്തിച്ചു നോക്കേണ്ട കാലമായില്ലേ? സ്വത്രം. കാലം നോക്കിയാൽ അങ്ങനെ ചിന്തിക്കണ്ടേ? സിൽവർ ജൂബിലി അല്ലേ? സ്വത്രം. അപ്പൊ ദൈവസഭ വെളിപ്പാടാണ്, കിട്ടിയവിടെ കൂട്ടമാണ്. അല്ലാണ്ട് വെറുതെ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ പോലെ ഒരു ക്ലബ്ബല്ല അത്. അഭിപ്രായങ്ങൾ, അയ്യോ നമ്മളൊക്കെ എന്താ അഭിപ്രായം പറഞ്ഞത്? വാ തുറന്ന് മിണ്ടാത്ത പുള്ളി പോലും കമ്മിറ്റിയിൽ സീൽക്കാരം ശബ്ദം പുറപ്പെടുവിക്കും. അപ്പം നമ്മൾ പറയുമോ ഞാഞ്ഞൂലിലും സീൽക്കാരം വന്നു, ഒക്കെ പോട്ടെ, നമ്മളെല്ലാം കൂടെ കൂടുന്ന ഒരു മീറ്റിംഗാണ്. ഇപ്പോൾ സഭ വെളിപ്പാട് ലഭിച്ചോണ്ട കൂട്ടമാണ്. സഭ സത്യത്തിൻ്റെ തൂണാണ്, താങ്ങി നിർത്തിക്കൊണ്ടും. എന്തെല്ലാം സംഭവിച്ചാലും കലയപുരം എന്ന ഈ ദേശത്തെ താങ്ങി നിർത്തുന്നത്, കലയപുരത്തെ അറിയുന്ന ഇവിടുത്തെ വാർഡ് മെമ്പറിന്റെ പേരില്ല, കൊട്ടാരക്കര അറിയുന്ന ഇവിടുത്തെ MLA പേരില, MBA രാജ്യസഭയിൽ ലോകസഭയിൽ അറിയുന്ന ഇവിടുത്തെ നാടിന്റെ പേരില. സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ കലയപുരത്തെ അറിയുന്നത് ഇവിടെയുള്ള സഭയുടെ പേരില. അതാ ബേഥാന്യയിലെ മാർത്തയും മറിയും, അവിടെ 1200 വോട്ടുണ്ടെന്ന്. അത് വോട്ട് ലിസ്റ്റിൽ ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരെ ഉള്ളെന്ന്. അതുകൊണ്ട് ഈ ദേശത്തെ താങ്ങി നിർത്തേണ്ട ചുമതലയുള്ളത് ഇവിടുത്തെ സഭയ്ക്കായതുകൊണ്ട് ഇവിടുത്തെ സകല പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, ആത്മഹത്യാ പ്രവണതകളിൽ നിന്ന്, മാരകമായ പാപത്തിന്റെ ഭയാനകമായ വേർഷനിൽ നിന്ന് ഈ ദേശത്തെ തടുത്തു നിർത്തി വകഞ്ഞു മാറ്റി താങ്ങി നിർത്തേണ്ട ഉത്തരവാദിത്വമുള്ള തൂണാണ് ദൈവത്തിന്റെ സഭ എന്ന് തിരിച്ചറിയണം ദൈവമക്കൾ. ഞാൻ ഫൈനൽ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്താണ് മൂന്നാമത്തെ കാര്യം? അടിസ്ഥാനം. ഇംഗ്ലീഷിൽ മതിൽ എന്നാണ്. അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷിൽ സഭ എന്താണ്? മതിൽ എന്ന് പറഞ്ഞാൽ മതിൽ എന്തിനാ കാണിക്കുന്ന? ആ മതിൽ കണ്ടോ നിങ്ങൾ? ആ മതിലില്ലെങ്കിൽ ആ വസ്തുവേദ ഈ വസ്തുവേദ തിരിച്ചറിയാൻ പറ്റില്ല. എല്ലാ വസ്തുവിനും എന്ത് കെട്ടണം? മതിൽ കെട്ടണം. എന്തിനാ മതിൽ കെട്ടുന്നത്? അതിർത്തികൾ തിരിച്ചറിയണം. പട്ടിയും പൂച്ചയും പശു ഒന്നും കയറാതിരിക്കണം. കടലിലെ പോലും എന്തിനാ അതിർത്തി ഇരിക്കുന്നത്? വിസർജ്യ വസ്തുക്കൾ വന്ന് അടിയാതിരിക്കാനും തിരമാല വന്ന് കയറാതിരിക്കാനാണ്, ആക്രമിക്കാതിരിക്കാനാണ്. അപ്പം അത് വേർപാടിനെ കാണിക്കുന്നതാണ്. നമ്മുടെ പേര് തന്നെ എന്തോന്നാ മറന്നുപോയോ? വേർപെട്ടവർ നമ്മുടെ പേര്. നമ്മൾ വേർപാടുകാരാണെന്ന്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ദൈവത്തിൽ നിന്ന് വേർപെട്ടവരാന്ന് തോന്നണമല്ലോ. നമ്മൾ വേർപാട്, നമ്മളെ സത്യത്തിലും ആത്മാവിലും വിശുദ്ധിയിലും അടുത്ത പദം എന്താ? വേർപാടിലും. എന്ത് വേർപാട്? ശരീരം കൊണ്ട് വേർപെട്ടവരുണ്ട്, മനസ്സുകൊണ്ട് വേർപെട്ടവരുണ്ട്, ശരീരവും മനസ്സും വേർപെട്ടവരുണ്ട്. ശരീരം കൊണ്ട് വേർപെട്ടത് ലോത്തിന്റെ ഭാര്യ, ഹൃദയം കൊണ്ട് വേർപെട്ടത് ലോത്ത്, ശരീരവും മനസ്സും വേർപെട്ടയാളാണ് അബ്രഹാം. വേർപാട്. മതിൽ എത്ര പൊക്കം കെട്ടണം? നോക്കിക്കേട്ടെ മതിൽ. ചുമ്മാ കഴുത്തിരി നോക്ക്. എന്തോരം കെട്ടിപ്പൊക്കണം മതിൽ? ശ്രദ്ധിച്ചോളണം. ബന്ധുക്കോസാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ബന്ധുക്കോസാർക്ക് അടുത്തുള്ളവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരിൽ നിന്നാണ് വേർപെട്ടിരിക്കുന്നത്. അങ്ങനത്തെ വേർപാടല്ല. തോളറ്റം വരെ മതിൽ പൊക്കാവൂ. വേണേ നോക്കിക്കോ, ഏത് മതിൽ നോക്കിക്കോ. തോളറ്റം വരെ മതിൽ പൊക്കാവൂ. എന്താ കാര്യം? അപ്പുറത്തൂടെ കൊച്ചമ്മണി പോകുമ്പോൾ ചോദിക്കുന്നു, കൊച്ചമ്മണി എവിടെ പോവുക? മാർക്കറ്റിൽ പോവുക ചേച്ചി. ശിക്ഷിക്കപ്പെട്ടതല്ല. എന്നാടി വിശേഷം? നിൻ്റെ മോൻ എന്തോ പറ്റി നാളെ കണ്ട്? നിന്ന് വർത്താനം പറയാം, എത്ര നേരം വേണേലും. വല്ലതൊക്കെ കൊടുക്കാം, കിറ്റിനകത്ത് കൊടുക്കാം. എന്തൊക്കെ പറഞ്ഞാലും അവൾ നിൽക്കുന്ന പാതയിലല്ല നിന്റെ കാൽ. ഇടയ്ക്കൊരു മതിലുണ്ട്. അവൻ്റെ വഴികളല്ല നമ്മുടെ വഴി. ഇതാ വേർപാട്. അല്ലാതെ നാട്ടുകാരുമായിട്ട് മിണ്ടുകയില്ല, രക്ഷിക്കപ്പെടാത്തവരുമായിട്ട് സംസർഗമില്ല, അതൊന്നുമല്ല. വർത്തമാനം പറയണം. ചില വീട് കണ്ടാൽ 2 ആളിപ്പൊക്കത്തിലാ മതിൽ പൊക്കിയേക്കണേ. അപ്പം എന്ത് മനസ്സിലാക്കണം? ഇവൻ ഇവിടെ ജീവിക്കേണ്ടവനല്ല, സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടവനാണെന്ന്. കാരണം സെൻട്രൽ ജയിലിൻ്റെ മതിലാണ് എന്ത് ചെയ്യുന്നത്? പൊക്കുന്നത്. കണ്ടിട്ടില്ല? ചാടാതിരിക്കാൻ. നിങ്ങളാരെങ്കിലും മതിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇടിച്ചു പൊളിഞ്ഞ് പകുതിയാക്കി വെച്ചേക്കണം. ഇല്ലെങ്കിൽ മതിൽ പൊക്കി കെട്ടിയവരെ നാട്ടുകാർ വരുന്നത് ഇവൻ എന്തോ ഇതിനകത്ത് എന്തോ ഗൂഢപരിപാടി, എന്തോ സ്മഗ്ലിങ്ങോ പരിപാടിയൊക്കെ നിങ്ങളുടെ ആരെങ്കിലും മതിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി പകുതിയാക്കണം.
വേർപാടിനെ നടിച്ചവർ ഇടിച്ച് കളഞ്ഞവനാണ് കർത്താവ്. വേർപാട് അത് പാലിക്കണം. നമ്മൾ ലോകത്തു നിന്നുള്ള എല്ലാത്തിനും വേർപെടുത്തണം. എത്ര സുന്ദരമായ ഒരു ഉദാഹരണം കഴിഞ്ഞ പ്രായമായ ഒരു അപ്പച്ചൻ പറഞ്ഞ്, ഞാനത് കേട്ടിട്ട് 10 പ്രാവശ്യം ഞാൻ ആ വാട്സാപ്പിൽ മെസ്സേജ് കിട്ടും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തെങ്ങിൽ നിന്നും വെളിച്ചെണ്ണ ഉണ്ടാകുന്ന. എത്ര മനോഹരമാണത്. കടമെടുത്ത് പറയുക, തെങ്ങിൻ്റെ ചുവട്ടിൽ ഒരു കുപ്പി വെളിച്ചെണ്ണ വെച്ച് പറയുകയാണ്, ഇതാണ് വേർപാടെന്ന്. വല്ല മനസ്സിലായ? എന്നിട്ട് മനസ്സിലാക്കി, തെങ്ങിൻ്റെ ചുവട്ടിൽ ഒരു കുപ്പി വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതാണ് വേർപാട്. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? ഇനി അപ്പച്ചൻ്റെ വ്യാഖ്യാനം നിങ്ങൾ കണ്ടില്ല, വീഡിയോ ഒക്കെ ആ വീഡിയോ ക്ലിപ്പുകളായി പറയുന്നത്. അപ്പച്ചൻ പറയുകയാണ്, തേങ്ങയുടെ ഒരുത്തം കയറി 10 കൊല നിൽക്കുന്നു, ഒരു കൊലയെ വെട്ടി താഴെ ഇട്ടു. ഇനി ആ ഒരു കൊല എത്ര ശ്രമിച്ചാലും പഴയതുപോലെ അതിനകത്ത് കയറി ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതാണ് വേർപാട്. അമ്മച്ചിങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, എല്ലാം പൊതിച്ചോ, ഒരെണ്ണം കറിക്ക് വേണം, ഒരു തേങ്ങ ചുട്ടു വെട്ടി. ആ ഒരു തേങ്ങയ്ക്ക് ഇനി ഈ 30 തേങ്ങയുള്ള കൊലയിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. അതാണ് വേർപാട്. അപ്പച്ചൻ ഇങ്ങോട്ട് വന്നിട്ട് കമ്പിപ്പാര കുത്തിച്ചും ചകിരി അങ്ങോട്ട് പൊതിച്ച് ഒരൊറ്റ എറു കൊടുത്തു. തേങ്ങ അമ്മച്ചയുടെ അടുക്കളയിലും കൊടുത്തു. ആ ചകിരി ഇനി എത്ര വിചാരിച്ചാലും ഈ തേങ്ങയിലോട്ട് പൊതിയാൻ പറ്റത്തില്ല. അതാണ് വേർപാട്. എന്നിട്ടും പോകാതെ ഒരു കുടുമിരിപ്പുണ്ടായിരുന്നു. അമ്മച്ചി അതിനെ പൊട്ടിച്ചിട്ട് ഒറ്റ ഏറ് കൊടുത്തു. ആദ്യം കുടുമി. ഇനി ആ കുടുമി വിചാരിച്ചാൽ ഈ തെങ്ങയുടെ മുകളിൽ വരാനായിട്ട് പറ്റത്തില്ല. അതാണ് വേർപാട്. അമ്മാനമാടുന്ന പോലെ അമ്പഴങ്ങിയ പോലെ ആട്ടിയച്ചും വാക്കത്തെ നടുക്കൊരു വെട്ട 2 കഷ്ണം. ഇനി 21-40 ഇരുന്നാലും അടുത്ത കഷ്ണത്തിന് ഈ കഷ്ണത്തിലേക്ക് വന്ന് ചേരാൻ പറ്റില്ല. അതാണ് വേർപാട്. വെയിലത്തങ്ങോട്ട് ഉണക്കി കഴിഞ്ഞപ്പം ചുളിഞ്ഞു തുടങ്ങി. കത്തിക്ക് കുത്തിയെടുത്തു പരിപ്പ്. ആ തേങ്ങാ പരിപ്പിന് എത്ര ശ്രമിച്ചാലും തേങ്ങക്കത്തോട്ട് കയറാൻ ഒക്കുകയില്ല. അതാണ് വേർപാട്. അവനെ പീസാക്കി ഉണക്കിയെടുത്തു. ഇനി ആ തേങ്ങാ പീസുകൾ വിചാരിച്ചാൽ ഒരു കഷ്ണമാകാൻ പറ്റില്ല. അതാണ് വേർപാട്. അവനെ മില്ലിൽ കൊണ്ടുവന്ന് അരച്ചു കഴിഞ്ഞപ്പം എണ്ണ ഇങ്ങോട്ട് വന്നു, കൊപ്ര മാറിപ്പോയി. ആ കൊപ്ര ഇനി പലചരക്കടയിൽ വന്നിരിക്കാമെന്നല്ലാതെ എത്ര വിചാരിച്ചാലും ഇനി തേങ്ങയാകാൻ പറ്റില്ല. പിടിച്ചെടുത്ത 1 കിലോ വെളിച്ചെണ്ണ തെങ്ങിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചേച്ച് പറയുകയാണ്, നീ ഇതായിരുന്നു, ഇപ്പോൾ ഇതായിരിക്കുന്നു. ഇനിയെങ്കിലും മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് ഈ വെളിച്ചെണ്ണയ്ക്ക് ഇനി ഒരിക്കലും കൊപ്രയാകാൻ ഒക്കില്ല, അതിന് തേങ്ങയാകാൻ പറ്റില്ല, ചിരട്ടെ കയറാനൊക്കില്ല, ചകിരെ കയറാനൊക്കില്ല, കൊലയിൽ കയറാനൊക്കില്ല, തെങ്ങിൽ കയറാനൊക്കില്ല എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്നതിലേക്ക് ഒരിക്കലും മടങ്ങിപ്പോകാൻ കഴിയാത്ത വിധം ഒരാത്മബന്ധമുള്ളവരാണ് ദൈവമക്കൾ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ നഗ്നതയ്ക്കോ വാളിനോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ മരണത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ കരങ്ങൾ ചേർത്തടിക്കോ. പ്രസംഗം തീരുകയാണ് ഇന്ന് പകൽ. എന്റെ കർത്താവേ, നീ എന്നെ വേർപാടുള്ളവനാക്കി നിർത്തണമേ. എന്റെ കർത്താവേ, നീ എന്നെ അടിസ്ഥാനമുള്ളവനാക്കി നിർത്തണമേ. എന്നെ ഒരു വെളിപ്പാടുള്ളവനാക്കി നിർത്തണമേ. എന്നെ 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 ഒരു തൂണാക്കി നിർത്തണം. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ ലോകത്തിൽ 2.5 വർഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രതിസന്ധിയിൽ കൂടെ പോവുകയാണ്. പക്ഷെ ഇതിനൊന്നും നമ്മൾ പിന്മാറുകയില്ല. ദൈവസഭയുടെ തനി അവസ്ഥയിൽ മുൻപോട്ട് പോകാൻ തീരുമാനിക്കുന്നെങ്കിൽ നമ്മുടെ ബന്ധം എന്നും നിലനിൽക്കും. ക്രൂശിലെ ബന്ധം എന്നും നിലനിൽക്കും. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇതാണ് സഭ, ഇതായിരിക്കണം സഭ ഞങ്ങളുടെ ജീവിതത്തിൽ. കർത്താവേ, വെളിപ്പാടുകൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വചനം വായിക്കുന്നുണ്ടാവും, പ്രസംഗിക്കുന്നുണ്ടാവും, പാടുന്നുണ്ടാവും. പക്ഷേ ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ വെളിപ്പാടുള്ള സഭയാക്കി മാറ്റണമേ. ഞങ്ങളങ്ങനെ വെളിപ്പെടുത്തി കിട്ടിയ സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാ. ഞങ്ങളുടെ തലമുറയ്ക്ക് അത് കൊടുക്കണമേ അപ്പാ. ഞങ്ങളുടെ അമ്മച്ചിമാരെ വെളിപ്പാടാ പലപ്പോഴും ഞങ്ങൾ നിർത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ അപ്പച്ചന്മാരെ വെളിപ്പാടാ ഞങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിച്ചിട്ടുള്ളത്. വെളിപ്പാട് ലഭിച്ചവരൊക്കെ മരിച്ചു. ഈ തലമുറയ്ക്ക് അത് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല.
ആ വില കൊടുത്ത വിലകളൊക്കെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത് കൊണ്ട് ഒരു വ്യത്യസ്തരായ നിലയിൽ വെളിപ്പാടുള്ളവരായി നിൽക്കുവാൻ ഈ ആധുനിക കാലഘട്ടത്തിലെ സഭയെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൂണാക്കി നിർത്തണമേ കർത്താവേ. വന്നു പോകുന്നവരെ പോലെയല്ല, ഏത് പന്തലും ചെന്ന് വിളങ്ങുന്ന കാർപ്പറ്റും അലങ്കാര വസ്തുക്കളെ പോലുമല്ല, തൂണിന് മാറ്റമില്ലാത്തതുപോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ വന്നാൽ ആ സഭയുടെ അടിത്തറ ഇളകുന്ന കൊടുങ്കാറ്റടിച്ചാലും ആ സഭയ്ക്ക് വേണ്ടി സത്യം താങ്ങി നിർത്തി അവിടെ തന്നെ നിൽക്കാൻ കഴിയുന്ന തൂണുകളെ ഞങ്ങളുടെ സഭകളിൽ എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. വേർപാടുള്ളവരായി ഞങ്ങൾ അമേരിക്കയിലും ഗൾഫിലൊക്കെ പോകുമായിരിക്കും, പക്ഷേ എവിടെയും വേർപാടുള്ളവരായി, എവിടെയും ഒരൊറ്റ ബൈബിളേ ഉള്ളൂ, ഒരൊറ്റ ദൈവമേ ഉള്ളൂ, എവിടെയും വേർപാടുള്ളവരായി ജീവിപ്പാൻ, ഒരു മടക്ക യാത്രയ്ക്ക് ടിക്കറ്റ് ഇല്ലാതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദികൾ ദ്വീപുകൾ ആക്രമിക്കുമ്പോൾ, ദ്വീപിലേക്ക് ചെന്ന് കയറുമ്പോൾ ആദ്യം ചെയ്യുന്നത് യാത്ര ചെയ്ത ബോട്ടുകൾ കത്തിച്ചു കളയുകയാണ്. കാരണം ഇനി പിന്നോട്ടില്ല. ഇതുപോലെ ഈ കൺവെൻഷന്റെ സമാപന സഭായോഗത്തിൽ ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ നോ ടേണിംഗ് ബാക്ക്, ഇനി ഒരിക്കലും അവിശ്വാസത്തിന്റെ പിന്നോട്ടുള്ള യാത്രയിലേക്ക് ഇല്ലെന്നും ഞങ്ങളുടെ പിതാക്കന്മാർ മുന്നോട്ട് വെച്ച വിശ്വാസത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നെന്നും ഒരുപോലെ പ്രഖ്യാപിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. എന്നെ അതിനു വേണ്ടി കർത്താവ് ഒരുക്കണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ.